അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പനീർ റോസ്റ്റ് ആണ്. നല്ല അടിപൊളി ടേസ്റ്റിൽ ചപ്പാത്തിയുടെ കൂടെയും അല്ലെങ്കിൽ ചോറിന്റെ കൂടെയും പൊറോട്ടന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റുള്ള സാധനമാണ് പനീർ റോസ്റ്റ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ പനീർ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 200 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്. 200 ഗ്രാം പനീർ ഞാൻ ചെറുതാക്കിയിട്ട് ഈ സൈസിലാണ് നമുക്ക് വേണ്ടത്. ഈ സൈസിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് 200 ഗ്രാം പനീർ. അപ്പോൾ ഞാൻ അതിലേക്ക് ഇനി ഒരു ഹാഫ് ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂണ് എണ്ണ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. ഒരു സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശരിക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ഉപ്പും ഓയിലും കൂടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി നമ്മൾ മസാല തേച്ച് വെച്ച പനീർ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇത് മുക്കി പൊരിച്ചെടുക്കേണ്ട കാര്യമില്ല. നമുക്കൊന്ന് നോർമൽ നമുക്ക് ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്നത് പോലെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കതിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ച പനീർ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് പനീർ നല്ലപോലെ ഇങ്ങനെ നിരത്തി കൊടുക്കാം. ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്കൊന്ന് മറച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അധികം ഫ്രൈ ആവേണ്ട, ഡ്രൈ ആവേണ്ട രീതിയിലല്ല, ഒരു മീഡിയം ഫ്രൈ ആയി കിട്ടിയാൽ മതി. അപ്പോൾ പനീർ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അധികം വേവേണ്ട കാര്യമില്ല. ഓവറായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാതെ ഡ്രൈ ആയി പോകും. ഡ്രൈ ആവാൻ പാടില്ല, അതിൻ്റെ ഒരു സ്മൂത്ത്നെസ് നഷ്ടപ്പെടാനും പാടില്ല. ആ രീതിയിലാണ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. 4 സൈഡും സ്ക്വയറിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് 4 സൈഡും വെന്ത് കിട്ടണം. എന്നാൽ ഡ്രൈ ആവാൻ പാടില്ല. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ നോക്കി ഫ്രൈ ചെയ്തെടുക്കണേ. അപ്പോൾ പനീർ ഞാൻ ഫ്രൈ ആയത് കോരി മാറ്റി വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പനീർ നല്ല വൃത്തിയിൽ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ രീതിയിലാണ് നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടേണ്ടത്. ഓവറായിട്ട് ഡ്രൈ ആവാൻ പാടില്ല, ഓവറായിട്ട് മുരിയാനും പാടില്ല. അപ്പോൾ നമുക്ക് പനീർ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു തവ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തവ ചൂടായിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഫ്രൈ ചെയ്ത് തന്നെ ബാലൻസ് ഉണ്ട്. അപ്പോൾ അത് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തവ ചൂടായി, എണ്ണയും ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി അതും ഇതുപോലെ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും ഒന്ന് ചെറുതായിട്ട് മൂത്ത് കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് മിക്സ് ആയി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം മൂത്ത് കിട്ടേണ്ട കാര്യമില്ല. ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള 2 വലിയ സവോള അത് ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ ചെറുതായിട്ട് നൈസായിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്യുക. സ്ലൈസ് ചെയ്ത് ആയാലും കുഴപ്പമില്ല, വളരെ നൈസായിട്ട് എടുക്കണം. ഈ സവോള നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നല്ലപോലെ വഴറ്റിയെടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുക. അടി പിടിക്കാതെ നല്ല രീതിയിൽ ഒരു ബ്രൗൺ ഷെയ്ഡ് ആക്കി എടുക്കാം. അപ്പോൾ നമുക്ക് സവോളയൊക്കെ ബ്രൗൺ ഷെയ്ഡ് ആവാൻ തുടങ്ങുന്നുണ്ട്. ഇനി കുറച്ചും കൂടി ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട പാകത്തിനാവും. ഈ സമയം ഞാൻ ഇതിലേക്ക് ഒരു 2 നുള്ള് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവോളയൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ നല്ല ബ്രൗൺ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇനി ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഞാൻ തീ നല്ലതുപോലെ കുറച്ചാണ് വെച്ചിട്ടുള്ളത്. മസാല എല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് തീ കൂട്ടി കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി അടുത്ത പൊടികൾ ഇടാനുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അവസാനമായിട്ട് ലാസ്റ്റ് ഒരു 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് ഈ പൊടികളുടെ എല്ലാം പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സവോളയും അതുപോലെ തന്നെ മസാലകളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു മിക്സിയുടെ ജാറിൽ ഒരു വലിയ തക്കാളി ഇട്ടിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ അരച്ച് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഞാനിത് ഇതിലേക്ക് നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. മസാല ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ തക്കാളി ശരിക്ക് വെന്ത് കിട്ടണം. ഈ പേസ്റ്റ് പോലെയുള്ള തക്കാളി നല്ലതുപോലെ വെന്ത് കിട്ടണം. അപ്പോൾ തക്കാളി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഇതുപോലെ വേവിച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ തക്കാളിയുടെ മാറിപ്പോകണം. ആ രീതിയിൽ നല്ലതുപോലെ വേവിക്കാം. അപ്പോൾ നല്ലൊരു കുഴമ്പ് രൂപത്തിലുള്ളത് നമുക്ക് ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ഇനി ഇതിലേക്ക് ഉപ്പ് നോക്കിയതിന് ശേഷം ഞാനിപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂണ് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ മസാല എല്ലാം പിടിച്ച് അതുപോലെ നമ്മുടെ തക്കാളിയൊക്കെ ശരിക്കും വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളം ചേർത്തെല്ലാം നല്ല മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പക്ക റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പനീർ ചേർത്ത് കൊടുക്കുക. പനീർ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കുറച്ച് തീ കൂട്ടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പനീർ മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളി റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ലാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമുക്ക് കുക്കിംഗ് ക്രീമാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുക്കിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് നമുക്ക് എങ്ങനെയാണോ ഈ ഇതിൻ്റെ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ക്രീം ചേർത്തിട്ട്. അപ്പോൾ ക്രീമൊക്കെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവം മതി. നമുക്ക് കൂടുതൽ നിങ്ങൾക്ക് ഇനി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം മുകളിൽ. മല്ലിയില ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. അടി പിടിക്കാത്ത രീതിയിൽ വളരെ കുറഞ്ഞ തീയിൽ ഒന്ന് മൂടി വെക്കാം. അപ്പോൾ മല്ലിയില ചേർത്തതിന് ശേഷം നമുക്ക് ഒന്ന് മൂടി വെക്കാം. ഒരു 1 മിനിറ്റ് മുതൽ 2 മിനിറ്റ് വരെ ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ പനീർ മസാല റെഡി ആയിട്ടുണ്ട്. റോസ്റ്റ് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. തുറന്ന് 1 മിനിറ്റ് 1.5 മിനിറ്റ് ഒക്കെ മതി. 2 മിനിറ്റ് ഫുള്ള് വേണമെന്നൊന്നുമില്ല. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് പാകത്തിനായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി നമുക്ക് വേറെ ബൗളിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പനീർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. ഞാൻ കഴിച്ചു നോക്കി, നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയും ഏത് ഭക്ഷണത്തിൻ്റെ ഫുഡിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന സൂപ്പർ സാധനമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു സാധനമാണിത്. നല്ല ടേസ്റ്റും ഉണ്ടാവും ചെയ്യും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ഞെക്കി കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരില്ല. അപ്പോൾ അതുകൊണ്ട് ബെൽ ബട്ടൺ ഞെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.